ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നു, ഇടിയും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ ആദ്യം കറണ്ടൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ വീണ്ടും വിളക്കെല്ലാം കത്തിച്ചു കഴിഞ്ഞു. കുറേ കഴിയുമ്പോൾ വീണ്ടും കറണ്ട് പോയി. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഗ്യാസ് തീർന്നായിരുന്നു. ഓർഡർ ചെയ്തിട്ടെങ്കിലും ഗ്യാസ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാതെ വെച്ചിരുന്നിട്ട് അതും അങ്ങ് കേടായി പോയിട്ട് പിന്നെ പുതിയത് വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് ഇന്ന് പാചകങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വലിയ പാടാണ്. പിന്നെ കറണ്ട് വന്നു. അങ്ങനെ ഒരുവിധം മീനൂട്ടിൻ്റെ സ്കൂളിൽ ഞാൻ പറഞ്ഞു വിട്ടു. ദോശയും ചമ്മന്തിയും പിന്നെ സാമ്പാറും ഓംപ്ലേറ്റും ആയിരുന്നു കൊടുത്ത് വിട്ടത്. അപ്പോൾ ഇന്ന് എനിക്ക് ഗ്യാസ് എന്നിട്ട് കിട്ടിയേ. പിന്നെ അതുതന്നെ വലിയ ആശ്വാസമായിരുന്നു സത്യമായിട്ടും. ഗ്യാസ് ഇല്ലാതെ എന്തോ പാടുപെട്ടു എന്നറിയാമോ. നിങ്ങളുടെ ഇവിടെ എല്ലാ വീട്ടിലും ഗ്യാസൊക്കെ ഉണ്ടോ? ഇവിടെ വിറകും ഇല്ല, ഗ്യാസും ഇല്ല, ആകെ അങ്ങ് പെട്ടിരിക്കുമായിരുന്നു. ഇന്ന് പിന്നെ നല്ല മഴയായതുകൊണ്ട് ചൂടിന് ഇച്ചിരി ശമനമുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. എല്ലായിടത്തും ചൂടല്ലേ ഇപ്പം. ഇവിടെ അത് ഭയങ്കര ചൂടാണ്. അങ്ങനെ കുറേ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. പിന്നെ കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. കുറേ കൊണ്ട് ഞാൻ പിന്നെ വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട് കുറേ കല്ലിൽ നനച്ചിട്ടായിരുന്നേ. അതിന് ശേഷം ഞാൻ വീടെല്ലാം തൂത്ത് വാരുന്ന അതൊന്നും പിന്നെ എടുത്തില്ല കേട്ടോ. എടുത്തില്ല എന്ന് വെച്ചാൽ പിന്നെ ഒന്നാമത്തെ കാര്യം, കറണ്ട് പോയും വന്നാൽ വെട്ടം ഒട്ടുമില്ല. ഇങ്ങനെ മഴക്കോട് കൊണ്ട് ഇങ്ങനെ ഇരുണ്ട് കിടക്കുമായിരുന്നു. അതായിരുന്നു. പിന്നെ എനിക്കിന്ന് മീനോട്ടനെ വിട്ടിട്ട് വന്ന വഴിക്ക് ഒരു മാങ്ങ കിട്ടിയായിരുന്നു. ആ മാങ്ങയാണ് ഞാൻ കഴിക്കുന്നത്. മീനോട്ടൻ പറയും ഇത് പുളിശ്ശേരി വെക്കല്ലേ, കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ എൻ്റെ പഴയൊരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നേ, അത് ഞാൻ ഉപയോഗിക്കാതെ ഗ്യാസിൽ തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്. കെറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിക്കാതിരുന്നത് അങ്ങ് കേടായിപ്പോയി. പിന്നെ ഇപ്പോൾ പുതിയ ഒരെണ്ണം കൂടെ ഒന്ന് വാങ്ങിച്ചു. കാരണം അതില്ലെങ്കിൽ ഇനി ശരിയാകൂല. ഇനി വിറകുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ഒപ്പിക്കണം, അല്ലെങ്കിൽ രക്ഷയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് നമ്മൾ ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നേ. പിന്നെ അപ്പോൾ ആ ചിക്കൻ്റെ ബാക്കിയെല്ലാം കൂടിയിട്ട് ഞാൻ ഓർത്തു അത് ചിക്കൻ കറി വെച്ചിട്ട് അമ്മ കുറച്ച് ചക്ക കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ആ ചക്കയും കൂടെ അങ്ങ് വേവിച്ച് ചിക്കൻ കറിയും കൂടെ വെക്കാമെന്ന് ഓർത്തു. ഞാൻ കുക്കറിൻ്റെ അകത്താണ് വെച്ചത്. ഇപ്പം ഗ്യാസ് തീർന്നുകൊണ്ട് അങ്ങനെയുള്ള വിശാലമായിട്ടുള്ള പാചകമൊക്കെ നിർത്തി ഇപ്പോൾ എളുപ്പം ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള പാചകങ്ങളാണ്. കാരണം ഉള്ള ഗ്യാസ് സൂക്ഷിച്ച് വെക്കണ്ടായോ, ഇല്ലെങ്കിൽ ഇനി എപ്പോഴാണ് കിട്ടുക എന്നറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചക്കയും വേവിച്ചു, ചിക്കനും വെച്ചു. അതാണ് കഴിച്ചത് ഞാൻ. അപ്പോഴത്തേക്കും മീനോട്ട് സ്കൂളിൽ പോയിട്ടൊക്കെ വരികയൊക്കെ ചെയ്തായിരുന്നേ. അപ്പം മീനുവിന് വന്ന ഉടനെ ഞാൻ ചക്കയും ചിക്കൻ കറിയും കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിലൊരു വഴിപാടുണ്ടായിരുന്നേ, തിരളി വഴിപാടെന്ന് പറയും ഇവിടെ. അത് ഇവിടുത്തെ ഫേമസ് ആണ് കേട്ടോ. ഭയങ്കര പ്രധാന ഒരു വഴിപാടാണ് ഇവിടുത്തെ ഞങ്ങളുടെ അമ്പലത്തിൽ. അപ്പോൾ ഇഷ്ടംപോലെ വലിയ വഴിപാടായിരുന്നേ. അപ്പോൾ നമുക്ക് കുറേയേറെ കിട്ടിയായിരുന്നു, ഇഷ്ടംപോലെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അയൽവക്കത്തെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മീനോട്ടിൻ്റെ സ്കൂളിലും കുറച്ച് കൊടുത്തു വിട്ടു. എല്ലാവർക്കും ഇത് ഇഷ്ടം. ഇത് പഴമൊക്കെ ഇട്ട് വയ്ക്കുന്നത്, ചക്കയില്ല കേട്ടോ. ഇതിനകത്തൊക്കെ പഴമാണ്. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ. ഇതിന് മുമ്പേ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് വൈകിട്ട് ഞങ്ങൾ ഇതാണ് കഴിച്ചത്. പിന്നെ ചോറൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ഓക്കെ, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.